ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ്. അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8,000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് കോടതിയുടെ ഓർഡർ പ്രകാരം CMSI നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. അത്ര സുഖമുള്ള കാഴ്ചയല്ല. വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കാണാതെ മക്കളെ സമാധാനിക്കിരിക്കണം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അന്നത്തെ ടോപ്പിക്ക് വേടനാണ് കേട്ടോ. വേടൻ്റെ ഒരുവിധം എല്ലാവരും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവർ വേടനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അപ്പോൾ അവരെന്താണ് വിവരം എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ടോട്ടൽ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള കുറേ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഇൻഫർമേഷനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് കേട്ടോ. ഇനി അതല്ല, വേടൻ്റെ വിഷയം അറിയാത്തവർക്കായിട്ടൊരു കാര്യം പറയട്ടെ. കിളിമാനൂർ പ്രോഗ്രാം വെച്ചിരുന്ന വേടൻ്റെ ഒരു 2:30-3 മണി മുതൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പിൽ ഫസ്റ്റ് 3 ക്ലിപ്പ് നിങ്ങൾ കണ്ടു. ഫസ്റ്റ് ഒന്ന് വേടൻ ഇതിനെക്കുറിച്ച്, അതായത് ഈ പരിപാടിയിൽ വേടൻ എത്താത്തതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ. രണ്ടാമത്തത് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ളൊരു വ്യക്തി നാട്ടുകാരനായിട്ടുള്ളൊരു വ്യക്തി കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. മൂന്നാമത് ചളി, മറ്റേ കട്ടപ്പാട് എന്താ പറയുക, നല്ല ചളി, ഫുള്ള് ചളിയിലുള്ള പാടത്താണ് ഈ ഒരു പ്രോഗ്രാം ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് വേടന് ഭയങ്കര സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പോൾ പണ്ട് തന്നെ വേടൻ്റെ പ്രോഗ്രാംസ് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ആൾക്കാർ വരും. ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ, ഒരുപാട് ജനങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ക്ലിപ്പ് എന്ന് കണ്ടിട്ടുള്ള പ്രകാരമുള്ള അങ്ങനത്തെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത് വളരെ മോശമായിപ്പോയി. ഇൻ ടോട്ടൽ ഈ പരിപാടിനെക്കുറിച്ച് ഞാൻ നോക്കിയ സമയത്തും അന്വേഷിച്ച സമയത്തും മനസ്സിലാവുന്നത് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ബാക്കി പല കാര്യങ്ങളുണ്ട്. പക്ഷേ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വേടൻ അവിടെ വരേണ്ടതിൻ്റെ ഈ ഒരു പരിപാടികളുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ ടെക്നീഷ്യനായിട്ടുള്ളൊരു വ്യക്തി ഷോക്കടിച്ച് മരിച്ചു. അപ്പോൾ അത് വല്ലാത്തൊരു അൺഫോർച്ചുനേറ്റ് പരിപാടിയായിപ്പോയി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ വേടനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സല്യൂട്ട് ടു ദിസ് ഗൈ. കാരണം എന്തെന്നറിയോ, എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തി ഷോക്കടിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരിപാടി അവതരിപ്പിക്കാൻ മനസാക്ഷിയുള്ളൊരു വ്യക്തിക്കും കഴിയില്ല. ദാറ്റ്സ് ഇറ്റ്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വീണ്ടും വേടൻ കയ്യടി നേടിയെന്ന് പറയുന്നില്ല, പക്ഷേ വളരെ നല്ലൊരു കാര്യമാണ് വേടൻ്റെ ഭാഗത്ത്. വേടൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്, അറിയോ. ഇന്ന് ഒരാളെ നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുവയ്ക്കും, നാളെ ചെറിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ എടുത്തിട്ട് അടിച്ച് അലക്കി കളയും. ഇത് എന്താ കാരണം ഏതെന്നൊന്നും നോക്കില്ല. വേടൻ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു, വേടൻ വന്നിട്ടില്ല. അത് സംഘാടകരുടെ പ്രശ്നമാണോ, അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും സീരിയസ് പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട പരിപാടിയില്ല. അങ്ങോട്ട് പിടിച്ച് അലക്കി അടിച്ച് തെറിപ്പിച്ച് കളയും. ഇവർക്ക് ഈ ചോദിക്കുന്നവർക്ക് എന്താ വേണ്ടത് അറിയോ, അവിടെ എന്ത് സംഭവമാണെങ്കിലും അവരെന്തിനാണ് വന്നിട്ടുള്ളത്, സ്വാഭാവികമായിട്ട് മനുഷ്യസഹജമായിട്ടുള്ള കാര്യം, അത്രയും ബുദ്ധിമുട്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിൽ, എന്ത് പ്രതികൂലമായിട്ടുള്ള എന്ത് സംഗതി ഉണ്ടെങ്കിലും അവിടെ പരിപാടി നടക്കണം. ഓർമ്മ ഉണ്ടോ, നമ്മുടെ ഉമാ തോമസ് MLA വീണിട്ട് ഗുരുതരമായിട്ട് അവർക്ക് പരിക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടി, നൃത്ത പരിപാടിക്ക് ഇടയിലല്ലേ അല്ലേ, വളരെ ഗുരുതരമായിട്ട് ഒരു ജനപ്രതിനിധി, അവിടെ എല്ലാവരും അറിയുന്ന ഉമാ തോമസ് MLA അവിടെ വീണിട്ട് വളരെ ഗുരുതരമായിട്ടൊരു പരിക്ക് പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായോ, സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായോ, അവിടെ വീണു അവരതിൻ്റെ തുടർച്ചയായിട്ട് അവരുടെ പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. അതാണോ വേണ്ടത്? കാരണം അന്ന് മലയാളികൾ ഈ കേട്ടവരൊക്കെ തിരിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, പിന്നെ അവിടെ എന്തുകൊണ്ട് പരിപാടി നടത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാളെടുത്ത ആൾക്കാർ ഇന്നിപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇവർക്കൊക്കെ ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തില്ല. സ്വാഭാവികമായിട്ടും 2-2:30 വന്ന് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ അത് ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മോറൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ക്വിക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ രാജ്യം വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അറിയാലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പല കമൻസും വരുന്നുണ്ട്, നമ്മുടെ രാജ്യം ഇങ്ങനെ സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ കൊണ്ടുവരണോ. പ്രത്യേകിച്ച് ഞാൻ നല്ല വിനായകൻ്റെ ആ വീഡിയോ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞു. നോക്കൂ, വളരെ ഓണസ്റ്റായിട്ടൊരു കാര്യം പറയട്ടെ, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഈ നമ്മുടെ ഈ ഇപ്പോൾ നടക്കുന്ന ഇൻഡോ പാക് വാർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോണ്ടൻറ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് സംസാരിക്കാനുണ്ട്. നമ്മൾ നോർമലായിട്ടൊരു കോണ്ടൻറ്റും മറ്റു ഈ സാമൂഹിക പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്ന സമയത്ത്
അത്രയൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഓരോ ഇന്ത്യനും ഓരോ ഭാരതീയനും മനസ്സിൻ്റെ ഉള്ളിൽ അത്രയധികം രക്തം തിളയ്ക്കുന്നു എന്നുള്ള കണ്ടീഷൻ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരിക്കും. അതിനുള്ള വേദി ഉണ്ടല്ലോ. അപ്പോൾ പറയാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഫിൽറ്റേർഡായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തിങ് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, നമ്മളെ കേസിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ ഈ ടെൻഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ചില ടേംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം ലിമിറ്റഡ് ആഡ് സൂട്ടബിലിറ്റി എന്ന് പറയും, ലിമിറ്റഡ് ആഡ്സ് എന്ന് പറയും. അത് ചാനലിൻ്റെ വീഡിയോസിൻ്റെ റീച്ചിനെയും ചാനലിൻ്റെ ഗ്രോത്തിനെയും പിന്നെ ചാനലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ളതറിയില്ല, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മാത്യു സാമുവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായിൻ്റെ ഒരു അലവലാതിയുടെ വീഡിയോ യൂട്യൂബ് ബാൻ ചെയ്തു. അത് വേറെ കഥ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് അത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ചാനൽ വളർത്തിക്കൊണ്ടിരുന്നത് ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്ററും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ കൂടി അതിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. പക്ഷേ നമ്മുടെ ചാനൽ നമ്മൾ അത്രയും ഹാർഡ് വർക്കാണ് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ട് ഇത് പോകാൻ വയ്യ എന്ന് വെച്ചിട്ട് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യില്ല എന്നല്ല, ചെയ്യും. പക്ഷേ കൂട്ടത്തിൽ ഇതുപോലത്തുള്ള കോണ്ടൻറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചാനൽ നമുക്ക് മുന്നോട്ടുണ്ടോ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം വെച്ചാൽ ചാനൽ പോകാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അധികം പേരും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാത്തത്. ന്യൂസ് ചാനൽസിനെ സംബന്ധിച്ച് അത് വിഷയമല്ല. പിന്നെ ചില ആൾക്കാർക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷയമല്ല, അത് പോയാലും കുഴപ്പമില്ല, എന്തെങ്കിലും അങ്ങനെ പലതും തുപ്പുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുകൊണ്ടാണ് നിങ്ങൾ കമൻസിനൊക്കെ ആ ഒരു കമൻറ്റുകൾ ചോദിച്ച ആൾക്കാരോടൊക്കെ ബിഗ് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ, നമുക്കും ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ സംസാരിക്കാനുള്ള വേദിയുണ്ട്. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. തുടർന്നും എനിക്ക് പല കാര്യങ്ങളും സംസാരിച്ച് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കാം. കുറച്ച് ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വേടൻ്റെ അപ്പോളജി. നോക്കൂ, ഒരു പോലീസുകാരൻ്റെ അവസ്ഥയാണ്. പ്രോഗ്രാമിലെത്തിയ ഒരു എസ്ഐയുടെ അവസ്ഥയാണ്. ചെളിയിൽ പൂണ്ട് ഫുള്ള്. പ്രോഗ്രാമിലെത്തിയ ഒരു എസ്ഐയുടെ അവസ്ഥയാണ്. ചെളിയിൽ പൂണ്ട് ഫുള്ള്. നാട്ടുകാർ മൊത്തം കംപ്ലീറ്റ് ചളി വാരി എറിഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ പരിപാടിക്ക് വന്നിരുന്നു. അതിൽ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സംസാരം സൂപ്പറായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോളൂ കേട്ടോ. വേടൻ എവിടെ 8:30 വരും എന്ന് പറഞ്ഞ വേടൻ ഇവിടെ ആവശ്യമില്ല. നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി, ഇതുവരെ വേടൻ വന്നിട്ട് ആവശ്യമില്ലാത്ത ആസിഫലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളിവിടെ പിടിച്ചെടുത്ത് കുറ്റിയടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് എത്ര മണിക്കൂറായിട്ടാണ് നമ്മൾ 2:30 വന്ന് നമ്മളാണ്. 2:30 തൊട്ട് വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തീരാറായില്ലേ? 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങാൻ ഷോ. ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാണ്. നമ്മൾ ചെറിയ വന്നേണ്. ചെറിയ വേടനെ എത്തട്ടെ. ഇനിയെങ്കിലും കൊണ്ടുവരും വേടനെ. ഞങ്ങളൊന്ന് കാണട്ടെ. 2 മണിക്കൂർ ഒരേ വണ്ടി കിട്ടി വിട്ടിട്ടേയോ? പെൺകുട്ടികളാണ് നമ്മൾ. ആലോചിച്ചോണ്ട് വേദന അതിയായ ആഗ്രഹവും മോഹവും കൊണ്ട് വന്നതാണ്. കുറെ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പ്രമോഷനും നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ല. നമുക്ക് ആകെ വേദന കാണണമെന്ന് മാത്രമുള്ള ഒരു ഇത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ആവശ്യമില്ലാത്ത പ്രമോഷൻ, ആവശ്യമില്ലാത്ത DJ പരിപാടി ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണം. നമുക്ക് വേദന മാത്രം കണ്ടാൽ മതി. ആൾക്കാർ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വേടനെ കാണാനാണ്. ഇവർ സംഘാടകർ അവിടെ DJ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെറിയ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതെന്താ വെച്ചാൽ, കുറച്ചൊക്കെ അറിയില്ല, ഇത് എല്ലാ ജനറേഷനിലും ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെയൊക്കെ കുറച്ച് സീനിയറായിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ആ സമയത്തും ഇതുപോലുള്ള സംഗതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറേ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത്, ഇന്നലെ വേടൻ പറഞ്ഞതിന് മുന്നേ, വേടൻ ഈ ഒരു കാര്യം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് മുന്നേ വരെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആൾക്കാരും വേടനെ നല്ല രീതിയിൽ തെറി പറയുന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ആ കമ്മിറ്റി കിളിമാനൂർ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് പറ്റുള്ള വളരെ ഗുരുതരമായിട്ടുള്ള രണ്ടാമതൊരു വീഴ്ചയുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ ഇവരോട് ചോദിക്കുന്ന സമയത്ത്, അവിടുത്തെ ആൾക്കാർ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 8,000-ൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പോലീസ് ഇതിന് പെർമിഷൻ കൊടുക്കില്ല എന്നുള്ള ഒരു അവിടുത്തെ നാട്ടുകാരനൊരാൾ പറയുന്നൊരു ക്ലിപ്പ് കൂടി ഉണ്ട്.
ചെയ്യോടാ എടാ ഇതുപോലുള്ള ഇത് സീരിയസ്ലി കേട്ടോ ഒരു നാടാകുമ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ പേരിൽ വരുമായിരിക്കാം. വേടാ എനിക്കറിയില്ല, എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളെ പ്രായത്തിൻ്റെ ആണെന്നല്ലോ, പക്ഷേ നമ്മളൊക്കെ അത് കഴിഞ്ഞ് വന്നാണ്. ഈ ജായി കൂത്തൊന്നും കാണിച്ചിട്ടില്ല. വേടാ എന്ത് പറയാൻ. പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കണം. ഈ ലോകത്തുള്ള 8 ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ പരിപാടി സെറ്റ് ആവോ? അപ്പൊ പിരിച്ചുവിട്ടല്ലേ പറ്റൂ. എല്ലാരും വീട്ടിൽ പോവാ. വണക്കം 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 മക്കളെ. ഒറ്റ ഒരു ഇതേ പറയാനുള്ളൂ. ഇത് കണ്ടോ ഇതേ പറയാനുള്ളൂ. ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ട് കമ്പയർ ചെയ്യല്ല, മൈക്കിൾ ജാക്സന്റെ പ്രോഗ്രാംസിനൊക്കെ മൈക്കിൾ ജാക്സനൊക്കെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കരയുന്ന അങ്ങോട്ട് എന്നുവെച്ചാൽ അത്രയും നെഞ്ചു പൊട്ടി കരയുന്ന സിറ്റുവേഷനിലൊക്കെ ആണ്. കാരണം വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എത്ര ആൾക്കാർ ആ തൊഴിൽ വരെ 3 മണി വരെ തൊട്ട് ആൾക്കാർ ഈ സമയം വരെ തൊഴിൽ കെട്ടി കിടക്കായിരുന്നു. എന്നിട്ട് അവസാനം കാണിച്ചത് വെറും തന്നല്ലേ തന്നെ. വേടൻ ഇവിടെ വന്നു. ഇവിടെ മൈക്കൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു സംഭവം സംഭവിച്ചു. ഒരാൾ ഷോക്ക് അടിച്ചു മരിച്ചു. പിന്നെ അവ എങ്ങനെയാണ് പാടുന്നത്? ഗർഭിണിയായ യുവതി അവശനിലയിലാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള വഴി ആംബുലൻസിലേക്ക് പോകാനുള്ള ഒരു വഴി അവിടെ ഉണ്ടാക്കി. ഗർഭിണിയായ സ്ത്രീ അവശനിലയിലാണ്. ഈ ഗർഭിണിയായ സ്ത്രീക്കൊന്നും വീട്ടിലിരുന്നാൽ പോരെ? ഈ ചോദിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, എനിക്ക് ചിലപ്പോൾ പൊങ്കാല വരെയായിരിക്കാം. പക്ഷെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വരും? എനിക്കറിയില്ല. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക ജീവിതത്തിൽ ദയവ് ചെയ്തിട്ടോ. എന്നാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത്രയും ഒരു വിഷമം ഉണ്ടാവില്ല. അത് വിഷമമല്ല, നിങ്ങൾ പ്രശ്നത്തിൽ ഇത്ര ചെന്ന് ചാടില്ല. പറയാൻ നമ്മൾ ആരുമില്ല, പക്ഷെ എന്നാലും കാണുന്ന സമയത്ത് തന്നെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ പറയാം. നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുടെ പ്രയോറിറ്റി ഇതാണോ? എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക. ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക. ഈ ആൾക്കാർ ഇത്രയധികം ഉച്ചയ്ക്ക് 2:30 മുതൽ 3 മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരോട് സംഘാടകർ പറയുകയാണ് വേടൻ വരുന്നത് കൊണ്ട് റോഡ് ബ്ലോക്കാണ്, അതുകൊണ്ട് സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവർ ചളിയല്ല വാരി എറിയുള്ളൂ. ഈ വന്ന ആൾക്കാരെയും പറയാൻ പറ്റില്ല. കാരണം ഈ രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി അതുമാത്രമല്ല, ഒരു ദൃക്സാക്ഷി അവിടെ നാട്ടിലുള്ളൊരു വ്യക്തിയുണ്ട്, പുള്ളിയുടെ ഒരു സംസാരം കൂടി കേൾക്കാം. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ്. അപ്പോൾ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് കോടതിയുടെ ഓർഡർ പ്രകാരം CMSI നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു സ്റ്റുപ്പിഡായിട്ടൊരു റീസണാണ്. കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റ് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാം വെച്ചാണ്. അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ 8000 പേര് എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊക്കെയല്ല. നമ്മൾ 1 ലക്ഷം പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം. അത് പറ്റില്ല. കോടതിയുടെ ഓർഡർ 8000 പേര് കൂടുതൽ വന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റുപ്പിഡ് ആക്കരുത്, പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മളിവിടെ സംഘാടകർ ചോദിച്ചപ്പോൾ കിളിമാനൂർ CAയും SIയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട്. 8000 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം വേടൻ ഇവിടെ ഇന്ന് വന്ന് ആൾറെഡി ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതാണ്. അപ്പോൾ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. പ്രോഗ്രാം ഓൾറെഡി കൺഫേംഡ് ആണ്. ഇവിടെ ഒന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തതാണ്. ഇപ്പോൾ ഈ പരിപാടി നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രോഗ്രാം പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. അത് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരെയും നമ്മൾ പല ആൾക്കാർ എറണാകുളത്തു നിന്നും പാലയിൽ നിന്നും എവിടെ നടന്ന പത്തനംതിട്ട, തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് പല ആൾക്കാരും ഉണ്ട്. ഇത്രയും ദൂരത്ത് നിന്ന് ആൾക്കാർ വന്ന് ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ട് ഇത്ര ഇനി ഇതിനെക്കുറിച്ച് വേടൻ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ, ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ
സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ടെക്നീഷ്യൻ ഇലക്ട്രോക്യൂട്ടഡ് ടു ഡെത്ത് ഡ്യൂറിങ് റാപ്പർ വേഡൻസ് മ്യൂസിക് ഇവൻറ്റ് ഇൻ കിളിമാനൂർ കേട്ടോ. 8 മെയ് 7:45 PM കേരള കൗമുദിയിൽ വന്നിട്ടുള്ള ന്യൂസാണ്. ലിജു ഗോപിനാഥ് 42 വയസ്സുള്ള ഇടക്കോട് കൊരണി ആറ്റിങ്ങലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളി ഷോക്കടിച്ച് മരിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് വേടൻ ഈ ഒരു പരിപാടി അവതരിപ്പിക്കാതെ മടങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും റിയലി അൺഫോർച്ചുനേറ്റ്. ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഈ പരിപാടികളൊന്നും അറിയേണ്ട കാര്യമില്ല. അവർ ചിലപ്പോൾ അവിടെ പോയിട്ടും കൂടി ഉണ്ടാവില്ല. എങ്ങനെ ആ പാടത്ത് ചളിവാരി പരിപാടിക്ക് അവിടെ 3 മണി 2:30 മുതൽ രാത്രി 8 മണി വരെ അവിടെ കാത്തു നിന്നിട്ടും കൂടി ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം കാണുന്ന സമയത്ത് വേടൻ വന്നില്ല എന്നാൽ അതിൻ്റെ അടിയിൽ പോയിട്ടാണ്ട് ഇടുക, പഴയ കാര്യങ്ങളും കേസും എല്ലാം കൂടി വെച്ചിട്ട് വേടനെ വെച്ചിട്ടാക്കുക. ഇതാണ് സംഗതി. പിന്നെ നമ്മൾ കേസ് ഇത്രേ പറയാനുള്ളൂ. വേടൻ കഞ്ചാവിൻ്റെ കേസിൽ നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം.